ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഒരു PYQ ആണ്. അപ്പോൾ എല്ലാവർക്കും തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. എന്നിട്ട് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ശരി. കാരണം എന്താണ്? കാർട്ടസ് നടപ്പിലാക്കിയത് ഏത് യൂറോപ്യൻ ശക്തിയായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു നടപ്പിലാക്കിയത്. അപ്പം ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. 1 വൈക്കം സത്യാഗ്രഹം, 2 ചാന്നാർ ലഹള, 3 പാലിയം സത്യാഗ്രഹം, 4 ക്ഷേത്രപ്രവേശന വിളംബരം. ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം എന്നാണ്? 1924. 4 ക്ഷേത്രപ്രവേശന വിളംബരം, അതിൻ്റെ വർഷം എന്നായിരുന്നു? 1936. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ആയിരുന്നെങ്കിൽ 1947. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണല്ലേ പാലിയ സത്യാഗ്രഹം. ഓക്കെ, അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴമാണ് അവധെന്ന് പറഞ്ഞ ആരായിരുന്നു? ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു. ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന നേതാവ് ആരായിരുന്നു? താഴെ പറയുന്നതിൽ മിതവാദി ആരായിരുന്നു? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജപത് റായ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് മിതവാദി. ലാൽ, ബാൽ, പാൽ അല്ലേ? ബിപിൻ ചന്ദ്രപാലും ബാലഗംഗാധർ തിലകും ലാലാ ലജപത് റായും തീവ്രവാദികളിലായിരുന്നല്ലേ? ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം ഏതായിരുന്നു? ഓപ്പറേഷൻ ബാർബറോസ. 6ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്ത. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എത്രയാണ്? ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എത്രയാണ്? ഓപ്ഷൻ സി 0. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻ ക്രോനൈറ്റ്സ് എന്ന ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ IRS-1A. താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഏതാണ്? അത് ഓപ്ഷൻ ഡി ഭാരതപ്പുഴ. ഓപ്ഷൻ ഡി ഭാരതപ്പുഴ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത്? ഓപ്ഷൻ എ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. അപ്പോൾ ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. അപ്പോൾ ഓക്കെ, താങ്ക് യു.